ഹലോ. സൺഡേ ആയിട്ട് രാവിലെ തുടങ്ങിയ പണിയാട്ടോ. രാവിലെ അല്ല, ഞാൻ എഴുന്നേറ്റത് ഇച്ചിരി ലേറ്റായിട്ടാട്ടോ. ആകെ ഞാൻ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ സൺഡേ മാത്രമേ ഉള്ളൂ കിടന്നുറങ്ങുന്നത്. കാരണം ജോലിക്ക് ഞാൻ രാവിലെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ നമ്മുടെ ഇവിടെ കുടുംബയോഗം ഉണ്ട് വൈകിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കുവാണ്. അപ്പോൾ തലേദിവസം ഞാൻ ഹാളും ഒക്കെ അല്ലാണ്ട് വൃത്തിയാക്കിയത് എൻ്റെ റൂം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ റൂം വൃത്തിയാക്കിയിടാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എന്തോ ചെയ്യാനാന്ന് പറ, നിങ്ങൾ തന്നെ നോക്കുക. എന്താ മേശ നോക്കിക്കേ, എത്രയൊക്കെ വൃത്തിയാക്കിയാലും എങ്ങനെയാണെങ്കിലും 2 ദിവസം വൃത്തിയായിട്ട് എടുക്കും, വീണ്ടും അലങ്കോലമായിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് മെയിനായിട്ട്. നമ്മൾ ഒരുങ്ങാനുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പിന്നെ വൈകിട്ട് വന്നായിരിക്കും വീണ്ടും അത് റെഡിയാക്കും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അലങ്കോലമായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ ചായയും കഴിക്കാനൊക്കെ ഓരോന്നും കൊടുക്കുക. അപ്പോൾ സൺഡേ ആയിട്ട് കടകൾ അവധിയായിരുന്നേ. ഞങ്ങൾ കൊടുമണ്ണ് കുറേ കടകൾ തപ്പി നടന്ന് അവിടെ എല്ലാം കട അടവാം. പിന്നെ ഈ ഗ്യാസ് പ്രോബ്ലം കൂടെ ഉള്ളതുകൊണ്ട് സൺഡേ അവർ കട തുറക്കത്തില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നേരെ പറക്കോട് പോയി, അടൂരടുത്ത്. അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടായിരുന്നു ആ കടയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് വേണ്ട സംഭവം എല്ലാം കിട്ടി. നമ്മൾ പിന്നെ അവിടുന്ന് കഴിക്കാനുള്ള സാധനങ്ങളും ടിഷ്യൂ പേപ്പറും പ്ലാസ്റ്റിക് പ്ലേറ്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യമേ പ്രാർത്ഥനയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈ SNDPയുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ആളുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ. 20 കൂടുതൽ ആൾക്കാരാട്ടോ വന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചിട്ടിയൊക്കെ അടിച്ചപ്പോൾ അവൾക്കാണ് ഇന്ന് ചിട്ടിയൊക്കെ അടിച്ചത്. ആ സന്തോഷം കേട്ടോ അവളുടെ മുഖത്ത്. അതുകൊണ്ട് അവൾ പ്രസംഗമൊക്കെ പറയുകയൊക്കെ ചെയ്തേ. അപ്പോൾ നമ്മൾ ചായയുടെ കൂടെ എല്ലാവർക്കും വാങ്ങിച്ചതെന്ന് വെച്ചാൽ നെയ്യപ്പം ഉഴുന്നുവടയാട്ടോ. ചായ, നെയ്യപ്പം, ഉഴുന്നുവട. പിന്നെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കൊടിയൊക്കെ കെട്ടണം കേട്ടോ. പിന്നെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ കുറേ ആൾക്കാർ വരാഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.